ഞാനിതെന്തോ ഈ കാണുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ഞാൻ കുറേ ആയില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഞാനൊരു 10 വർഷത്തോളമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോസിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. എവിടേക്കാണ് പോകുന്നതെന്നുള്ളത് ഞാൻ വയ്യ പറയട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ട് ലെങ്തി ആക്കുന്നില്ല. ഞാൻ ഫ്ലൈറ്റ് കയറി കുറച്ച് ക്ലിപ്പ് മാത്രമേ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 3 മണിക്കൂർ നല്ല സേഫായിട്ട് നമ്മൾ ജേണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ദാൽ ലേക്കിൽ ഷിക്കാര ബോട്ട് റൈഡും അതേപോലെ നമ്മൾ ഒരു ഹൗസ് ബോട്ട് സ്റ്റേ ഒക്കെയാണ് ഫസ്റ്റ് ഡേ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ഹൗസ് ബോട്ടിൻ്റെ ആ ഒരു ഗേറ്റ് നമ്പർ 10 എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മളെ ഗൈഡ് വന്ന് പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ദാൽ ലേക്കിലെത്തിയപ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്. രാത്രിയത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ അത് കണ്ടൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. കാരണം അത്രക്ക് ആഗ്രഹിച്ചിട്ട് എന്ന് പോകാൻ കഴിയുന്നൊന്നും അറിയാതെ ഒരുപാട് ആഗ്രഹത്തിന് ശേഷം ഇന്നാണ് അത് സഫലമാകുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഒരു മൊമെൻറ്റ് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് വന്നിട്ടുണ്ട്. ഷിക്കാര എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടാണത്. അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മളിതാ അവിടെ കാണുന്ന ആ ഒരു ഹൗസ് ബോട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് ആ റൂമും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ നമ്മൾ ചെറിയൊരു കുഞ്ഞു ഷിക്കാര റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ക്ഷീണിച്ചിരുന്നു കേട്ടോ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പം. അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹൗസ് ബോട്ടിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മോർണിംഗത്തെ വ്യൂ എങ്ങനെയായിരിക്കും ആയിരുന്നു കേട്ടോ എൻ്റെ ഒരു ചിന്ത പോയിട്ടുള്ളത്. കാരണം രാത്രിയത്തെ വ്യൂ ഒരു രക്ഷയില്ല. രാത്രി വേറെ തന്നെ ഒരു വ്യൂ ആണ്. അപ്പോൾ ഈ മോർണിംഗിലത്തെ വ്യൂ എങ്ങനെയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം ചെറിയൊരു ഡൈനിങ് സ്പേസ് ഉണ്ട്. അവിടെ കുറച്ച് സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്കൊരു ടേബിൾ ഉണ്ട്. പിന്നെ ചെറിയ ഈ ഒരു കുഞ്ഞു വഴിയിലൂടെ പോകുമ്പം നമുക്ക് നമ്മുടെ റൂമിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അവിടെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ തണുപ്പുള്ള സീസണിലല്ല വന്നിട്ടുള്ളത്. എങ്കിലും നമുക്ക് ഹീറ്ററിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ചെറിയൊരു തണുപ്പുണ്ട്. ഞാൻ ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. പിന്നെ നമുക്ക് ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടുത്തെ ബാത്റൂമൊക്കെ വേറൊരു ടൈപ്പ് ബാത്റൂമാണ് കേട്ടോ. കാരണം നല്ല നീറ്റായിരുന്നു. ഒരു ട്രഡീഷണൽ ഒരു സെറ്റായിരുന്നു കേട്ടോ എല്ലാം കൊണ്ടും. അങ്ങനെ നമുക്ക് അടിപൊളി ഒരു ഫുഡ് സെറ്റാക്കിയിട്ടുണ്ട് അവിടുത്തെ ആൾ. നല്ല ചോറും പിന്നെ എന്താ പറയുക പരിപ്പും പിന്നെ പനീർ മസാല എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു കറിയും അങ്ങനെ നല്ല ടേസ്റ്റുള്ള കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം ഞാൻ ഇവിടേക്ക് വരുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അവിടുത്തെ മട്ടന് അതേപോലെ നല്ല അടിപൊളി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഫുഡുണ്ട്. അപ്പം അതൊക്കെ നീ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. പിന്നെ അവിടെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷുകാരൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ഫോട്ടോസൊക്കെ കണ്ടപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, അവിടുത്തെ ബുക്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇവിടുത്തെ വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി വ്യൂ ആണ്. എനിക്ക് എന്താ പറയുക, ഞാനിത് സ്വർഗത്തിലാണോ? കാരണം ഞാൻ ഏതൊരു ചെറിയ കാര്യം കാണുമ്പോഴും ഭയങ്കര അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. ചെറിയ യാത്രകൾ പോലും എനിക്ക് അത്രയ്ക്ക് ഹാപ്പിനെസ് തരാറുണ്ട്. അപ്പോൾ ഈ ഒരു ബിഗ് ഒരു ഡ്രീം ജേണി എന്ന് പറയുമ്പം ഞാനിതെൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു മൊമെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ട് ഞാനിത് കാണുമ്പം അൽഹംദുലില്ലാ അത്രയ്ക്ക് ജീവിതത്തിൽ എനിക്ക് ഈ ഒരു സ്പോട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരണം, ഇതൊന്ന് കാണണം. ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവും. ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഇത് കാണാൻ പോകുന്നത്. എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണണം. അങ്ങനെ അതേപോലെ തന്നെ രാവിലെ തന്നെ നമുക്ക് കാവ അതേപോലെ ചോക്ലേറ്റ് ടീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബോട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ അത് കണ്ട് ആസ്വദിക്കാം. പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാവിലെ തന്നെ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോവും. അപ്പോൾ അതൊക്കെ വാങ്ങി അവരോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ്, വലിയ രീതിയിലൊന്നുമില്ല, ഭയങ്കര ഹെവി ആയിട്ടൊന്നുമില്ല, എന്നാലും ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ബ്രെഡും ഓംലേറ്റും ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു ഉണങ്ങിയ ബ്രെഡും ഓംലേറ്റും ആയിരിക്കും രാവിലെ എന്നൊക്കെ വേറെ കഴിക്കേണ്ടി വരുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ബ്രെഡും നല്ല ഓംലേറ്റും ഒക്കെ ആയിരുന്നു. പിന്നെ നല്ല അടിപൊളി ഒരു സ്ട്രോങ്
ചായ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതിൽ നല്ലൊരു വൈബ് തന്നെ ഞങ്ങളത് കഴിച്ചു. അത് അവർ സെറ്റാക്കിയത് അവരുടെ പാത്രങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. കാരണം എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ഞാൻ ആസ്വദിക്കാറുണ്ട്. പ്ലേറ്റ് ആയിക്കോട്ടെ, ചെറിയ കുഞ്ഞു കാര്യങ്ങൾ വരെ ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ട് വരുമ്പോൾ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ ഞാനത് നല്ലോണം ആസ്വദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് ചെറിയ ട്രിപ്പും ഞാൻ നല്ലോണം എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര വലിയ ട്രിപ്പ് തന്നെയാണ്. കാരണം അവിടുത്തെ അവരുടെ പാത്രങ്ങളായിക്കോട്ടെ, അവരുടെ ഡിസൈൻ ആയിക്കോട്ടെ, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ആയിക്കോട്ടെ. കാരണം ഇന്നലെ രാത്രി കഴിച്ച ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു ഹൗസ് ബോട്ടിൽ ഇനി നമ്മൾ സ്റ്റേ ചെയ്യില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ ഏറ്റവും ആഗ്രഹങ്ങളിലൊന്നായിട്ടുള്ള ഈ ഒരു സ്പോട്ടിലേക്ക്, ഈ ഒരു കാശ്മീരിലേക്ക് വരുമ്പോൾ എനിക്ക് സ്നോ കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് എല്ലാവർക്കും സ്നോ എക്സ്പ്ലോർ ചെയ്യാത്തവർക്കറിയാം അതിൻ്റെ ഒരു കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ സ്നോ കാണണം എന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എങ്ങോട്ടാണ് പോവുക, നമ്മൾ ലോക്കൽ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്താലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അതൊക്കെ പിന്നെ, എനിക്ക് ആദ്യം തന്നെ സ്നോ കാണണം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പോയ ടൈം ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു April 3 കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളിത് പോകാൻ പോകുന്നത് സോൻമാർഗിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണ്. അപ്പോൾ ഇനി ഇന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മൾ ഡ്രൈവർ വന്നിട്ടുണ്ട്. നമ്മൾ പാക്കേജ് എടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. നമ്മളെ പാക്കേജിൽ ഒരു കാറ്, അതേപോലെ ഒരു ഗൈഡ്, അങ്ങനെയാണ് നമ്മൾ പാക്കേജ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാറിൽ വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ നമുക്കിഷ്ടമുള്ള സ്ഥലം നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മൾ അവർ കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു പാക്കേജ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് സോൻമാർഗിലേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കൂടി ഇട്ടാൽ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് ഈ വീഡിയോ എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ടെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.